Hello everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഓക്സൈഡ്സ് ആണ്. സോ വാട്ട് ആർ ഓക്സൈഡ്സ്? ഓക്സൈഡ്സ് എന്ന് പറയുമ്പോൾ ആസ് ദ നെയിം സജസ്റ്റ് ഓക്സിജൻ എന്ന് പറയുന്ന നമ്മുടെ എലമെന്റ് വേറെ ഏതെങ്കിലും ഒരു എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരുകളാണ് എന്ത് ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ എടുക്കാം. കാർബൺ മോണോക്സൈഡ് ഒരു ഓക്സൈഡ് ആണ്. ഓക്സിജൻ കാർബൺ എന്ന് പറയുന്ന എലമെന്റുമായിട്ടാണ് കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് എ ബൈനറി കോമ്പൗണ്ട്. CO2 കാർബൺ ഡൈ ഓക്സൈഡ് എഗെയിൻ അതെന്താണ് ഒരു ഓക്സൈഡ് ആണ്. ഓക്സിജൻ കാർബൺ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. അല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡ്, ഇവിടെ ഓക്സിജൻ നൈട്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അല്ലെങ്കിൽ KO പൊട്ടാസ്യം ഓക്സൈഡ്, പൊട്ടാസ്യം എന്ന് പറയുന്ന എലമെന്റുമായിട്ടാണ് ഓക്സിജൻ കമ്പൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ. അപ്പൊ ഓക്സൈഡുകൾ നമുക്കറിയാം. ഈ ഓക്സൈഡ്സിന്റെ നമ്മൾ മെയിൻലി ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓക്സൈഡുകളാണ്. അതായത് ഓക്സൈഡ്സിന് അതിന്റെ എന്താ പറയാ കെമിക്കൽ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓക്സൈഡിനെ മെയിൻലി ഒരു 4 ക്ലാസ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു യൂണിവേഴ്സിറ്റി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓക്സൈഡ്സ്. നിങ്ങളിപ്പോൾ ഒരു PSC എക്സാം നോക്കുകയാണെങ്കിലും അതുപോലെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം നോക്കുകയാണെങ്കിലും അതിൽ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓക്സൈഡ്സ്. നമ്മൾ ഒരു സെറ്റ് ഓഫ് ഓക്സൈഡ്സ് തന്നിട്ടുണ്ടാവും. അതിൽ അസിഡിക് ഏതാ, ബേസിക് ഓക്സൈഡ് ഏതോ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ്. നിങ്ങൾ ഏത് ലെവലിൽ പഠിച്ചു കഴിഞ്ഞാലും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഓക്സൈഡ്സ്. ഇതിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു ഓക്സൈഡ് എന്താണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓക്സൈഡ്സ് ഉണ്ട്. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് നിങ്ങൾക്കൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കുറച്ച് തരാം. ഓക്കെ, അപ്പൊ ഓക്സൈഡ് എന്താണ്? ബേസിക് ആണ്. ഒരു ഓക്സിജൻ ആറ്റം വേറൊരു എലമെന്റും ആയിട്ട് ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഓക്സൈഡ് എന്ന് പറയാം. അത് ഒരു ഓക്സിജൻ ആവാം, ഒന്നിലധികം ഓക്സിജൻ ആവാം. ഇപ്പൊ CO2 എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ ആറ്റംസ് കമ്പൈൻ ചെയ്യും. അതിനകത്ത് വിഷയമില്ല, ഓക്സിജൻ മസ്റ്റ് ആവണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മള് ഓൾമോസ്റ്റ് മിക്ക എലമെന്റ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 95% എലമെന്റുകളും ഏതെങ്കിലും ഒരു ഓക്സൈഡ് മസ്റ്റ് ആയിട്ട് ഫോം ചെയ്തിരിക്കും. എക്സെപ്ഷൻ ആയിട്ട് വരുന്നത് നമ്മുടെ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ 18th ഗ്രൂപ്പ് എലമെന്റ്സ് മാത്രമാണ് അതിനകത്ത് ഒരു എക്സെപ്ഷൻ ആയിട്ട് വരുന്നത്. കാരണം അവര് നമുക്കറിയാലോ, പൊതുവെ അവർ ഭയങ്കര ഇനോട്ട് ആയിട്ട് നിൽക്കുന്നവരാണ്. അവര് നോർമലി അവർ റിയാക്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഓക്സിജനുമായിട്ട് അവർ റിയാക്ട് ചെയ്യണം എന്നില്ല. അവരൊഴികെയുള്ള പീരിയോഡിക് ടേബിളിലെ മിക്കവാറും എലമെന്റുകളും ഏതെങ്കിലും ഒരു ഓക്സൈഡ് എന്തെങ്കിലും ഒരു ബൈനറി ഓക്സൈഡെങ്കിലും ഫോം ചെയ്തിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് എന്താ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഓക്സൈഡ്സ് ആണ്. ഓക്സൈഡുകൾ ഉണ്ടെങ്കിൽ പോലും അതിന്റെ കെമിക്കൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഓക്സൈഡുകൾ ബേസ്ഡ് ഓൺ ദ കെമിക്കൽ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ട് ഓക്സൈഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4 ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ 4 കാറ്റഗറീസ്. ഓക്കെ, അപ്പൊ കെമിക്കൽ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ട് ഓക്സൈഡ്സിനെ നമുക്ക് 4 കാറ്റഗറീസ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ അസിഡിക് ഓക്സൈഡ്, സെക്കൻഡ് വൺ ബേസിക് ഓക്സൈഡ്, തേർഡ് വൺ ന്യൂട്രൽ ഓക്സൈഡ് ആൻഡ് ഫോർത്ത് വൺ ആംഫോട്ടറിക് ഓക്സൈഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് പ്യുവർലി ബേസ്ഡ് ഓൺ ദ കെമിക്കൽ ബിഹേവിയർ. അവരുടെ കെമിക്കൽ ബിഹേവിയറിനെ മാത്രം നോക്കിയിട്ടാണ്, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസോ ഫിസിക്കൽ നേച്ചറോ ഒന്നുമല്ല, പ്യുവർലി അത് കെമിക്കലി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു 4 ഗ്രൂപ്പ്സ് ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് അസിഡിക് ഓക്സൈഡ്സ്? അസിഡിക് ഓക്സൈഡ്സ് ആസ് ദ നെയിം സജസ്റ്റ് ദേ ബിഹേവ് ലൈക്ക് ആൻ ആസിഡ്. ഒരു ആസിഡിക് നേച്ചർ കാണിക്കുന്നവരാണ് അസിഡിക് ഓക്സൈഡ്സ്. കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസിഡിക് ഓക്സൈഡുകൾ എന്ന് പറയുന്ന നമ്മുടെ ഓക്സൈഡ്സ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് അസിഡിക് ആയിരിക്കും. കേട്ടോ, അപ്പൊ അസിഡിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത് എന്താ? When these oxides get dissolved in water, we get an acidic solution. ബേസിക് ഓക്സൈഡ്സ് എന്ന് പറയുമ്പോഴോ, ബേസിക് ഓക്സൈഡുകൾ നമ്മുടെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടന്റ് സൊല്യൂഷൻ ഉണ്ടല്ലോ, അതെന്തായിരിക്കും? അത് ബേസിക് സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അതുമല്ലാന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ഓക്സൈഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂട്രൽ ഓക്സൈഡ്സ് എന്ന് പറയുമ്പോൾ ആസ് ദ നെയിം സെഡ് ദേ റിമെയിൻ ന്യൂട്രൽ. അതായത് ഈ ന്യൂട്രൽ ഓക്സൈഡ് ആയിട്ടുള്ള ഒരു ഓക്സൈഡ് ഇപ്പം നമ്മുടെ എന്താ പറയാ നൈട്രസ് ഓക്സൈഡ് ന്യൂട്രൽ ആണ്. അപ്പൊ അങ്ങനെ ഒരു ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സൊല്യൂഷൻ ന്യൂട്രൽ ആയിരിക്കും. അതായത് ആ സൊല്യൂഷൻ അസിഡിക് നേച്ചറും കാണിക്കില്ല, ബേസിക് നേച്ചറും കാണിക്കില്ല. അവര് ഇൻസ്റ്റെഡ് ദേ റിമെയിൻ ആസ് ന്യൂട്രൽ. അതാണ് ന്യൂട്രൽ ഓക്സൈഡ്. Then comes amphoteric oxides.
ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് പറയുമ്പോഴത്തേനെ ദേ ആർ ആംഫോട്ടറിക്. എന്താണ് ആംഫോട്ടറിക് കോമ്പൗണ്ട്? നമ്മൾ ആസിഡിക്, ബേസിക്, അതിന് കോമ്പൗണ്ടുകളുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയാറുണ്ട്. ആസിഡിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ആസിഡ് ബേസ് അല്ലെങ്കിൽ ആംഫോട്ടറിക് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ വാട്ടർ നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ ആംഫോട്ടറിക് എന്ന് പറയും. കാരണം അത് ആസിഡായിട്ടും റിയാക്ട് ചെയ്യും, ബേസുമായിട്ട് റിയാക്ട് ചെയ്യും. അല്ലെങ്കിൽ അത് ആസിഡായിട്ടും ആക്ട് ചെയ്യാറുണ്ട്, ബേസ് ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള കോമ്പൗണ്ട് ഇപ്പൊ നമ്മൾ ബേരിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ പറയാം 100% നമ്മൾ പറയും ബേരിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു ബേസിക് കോമ്പൗണ്ട് ആണെന്ന് നമുക്കറിയാം. ബേരിയം ഹൈഡ്രോക്സൈഡ് ബേസിക് ആണ്. സൾഫ്യൂരിക് ആസിഡ് നമുക്കറിയാം അത് ആസിഡ് ആണെന്ന് നമ്മൾ പറയും. ഈ വാട്ടറോ, വാട്ടർ ചില കേസുകളിൽ ഇത് ആസിഡായിട്ടും ബിഹേവ് ചെയ്യാറുണ്ട്, ചില കേസുകളിൽ ഇത് ബേസിനെ പോലെ ബിഹേവ് ചെയ്യാറുണ്ട്. ഇൻ അതർ വേർഡ്സ്, ചിലപ്പോൾ ഇത് വേറൊരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും, ചിലപ്പോൾ ഇത് വേറൊരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെയുള്ളവരാണ് നമ്മൾ ആംഫോട്ടറിക് എന്ന് പറയുന്നത്. ദ സെയിം വേ ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് പറയുമ്പോൾ അവര് എന്താ പറയാ ആസിഡ്സും ആയിട്ടും റിയാക്ട് ചെയ്യാറുണ്ട്, ബേസുമായിട്ടും റിയാക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട് ആംഫോട്ടറിക് ഓക്സൈഡ്. ന്യൂട്രൽ ഓക്സൈഡ്സ് എന്ന് പറയുമ്പോൾ അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താലും കിട്ടുന്ന സൊല്യൂഷൻ എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. അത് അസിഡിക് സൊല്യൂഷൻ അല്ല, ബേസിക് സൊല്യൂഷൻ അല്ല. ആംഫോട്ടറിക് ഓക്സൈഡുകളുടെ പ്രത്യേകത ഇപ്പൊ അലൂമിനിയം ഓക്സൈഡ് Al2O3 ഇത് ആംഫോട്ടറിക് ആണ്. ഈ ഓക്സൈഡ് അടുത്തൊരു ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യും. അതേസമയം ഈ ഒരു അലൂമിനിയം ഓക്സൈഡ് അടുത്തൊരു ബേസിക് കമ്പോണന്റുമായിട്ടും റിയാക്ട് ചെയ്യാറുണ്ട്. അത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും, ബേസുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ആംഫോട്ടറിക് ഓക്സൈഡ്സ്. അപ്പൊ ഇതാണ് ഇവരുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഡെഫിനിഷൻ എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഒരു സെറ്റ് ഓഫ് എന്താ പറയാ ഓക്സൈഡ്സുകൾ തന്നു കഴിഞ്ഞാൽ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ അറിയണം. അത് അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ, ആംഫോട്ടറിക് ആണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് എന്താ പറയാ ഒന്ന് രണ്ട് ട്രിക്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനു മുന്നേ ജസ്റ്റ് ഞാനൊന്ന് എഴുതുവാണ്. മെറ്റൽ ഓക്സൈഡ്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡുകളിൽ പറയുന്നുണ്ട്. മെറ്റൽ ഓക്സൈഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ്സ് നോക്കുകയാണെങ്കിൽ മെറ്റൽ ഓക്സൈഡ്സ് എന്നുള്ളതല്ല, സോറി, ഓക്സൈഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ. ഓക്സൈഡുകൾ പല ടൈപ്പ് ഓക്സൈഡുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഓക്സൈഡുകൾ മെയിൻലി ഞാൻ ഈ ഒരു ഫ്ലോ ചാർട്ട് പറയുന്നത് എന്തിനാ ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മെമ്മറൈസ് ചെയ്യാനായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ആദ്യം ഞാൻ ഈ ഫ്ലോ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സ്ലൈഡും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അസിഡിക് ഓക്സൈഡ് ഉണ്ട്, അതിന്റെ കുറച്ച് പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഉണ്ട്, ബേസിക് ഓക്സൈഡ് എന്താണെന്നുണ്ട്, അതിന്റെ ഡെഫിനേഷനും കാര്യങ്ങളുണ്ട്. അതുപോലെ ന്യൂട്രൽ ഓക്സൈഡ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കമ്മിങ് സ്ലൈഡ്സിൽ നിങ്ങൾക്കത് പറഞ്ഞു തരും. പക്ഷെ അതിന് മുന്നേ ഈ ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്ന എല്ലാത്തിന്റെയും ഒരു നട്ട്ഷെൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്ലോ ചാർട്ട് ആണ്. അപ്പൊ നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ ഓർത്തില്ലെങ്കിലും ഈ ഒരു ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ ഈ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഓരോ സ്ലൈഡിലും പറഞ്ഞിട്ടുള്ള അതിന്റെ എന്താ പറയാ തിയറി അതിന്റെ ആ നോട്ട് നിങ്ങൾക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കുക, ഈ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കുക. അപ്പൊ ഓക്സൈഡുകൾ നമുക്ക് മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മെറ്റൽ ഓക്സൈഡ്സ് എന്നും മെറ്റൽ ഓക്സൈഡ്സ് ആൻഡ് നോൺ മെറ്റൽ ഓക്സൈഡ്സ്. So basically oxides can be classified into two, metal oxides and non-metal oxides. അപ്പൊ എന്താണ് മെറ്റൽ ഓക്സൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയുമ്പോൾ മെറ്റൽസ് നമുക്കറിയാലോ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. അപ്പൊ മെറ്റൽസ് ആയിട്ടുള്ളവർ ഫോം ചെയ്യുന്ന ഓക്സൈഡ് ആണ് മെറ്റൽ ഓക്സൈഡ്സ്. ഇപ്പൊ മെറ്റൽസ് എന്ന് പറയുമ്പോൾ സോഡിയം മെറ്റൽ ആണ്, സോഡിയം ഓക്സൈഡ് മെറ്റാലിക് ഓക്സൈഡ് ആണ്. പൊട്ടാസ്യം മെറ്റൽ ആണ്, പൊട്ടാസ്യം ഓക്സൈഡ് മെറ്റാലിക് ഓക്സൈഡ് ആണ്. അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് മെറ്റാലിക് ഓക്സൈഡ് ആണ്. അപ്പൊ ഇങ്ങനെ മെറ്റൽ ആയിട്ടുള്ളവർ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ഒക്കെ മെറ്റൽ അല്ലേ. അപ്പൊ ഇങ്ങനെ മെറ്റൽസ് ഫോം ചെയ്യുന്ന ഓക്സൈഡുകളാണ് മെറ്റൽ ഓക്സൈഡ്സ്. നോൺ മെറ്റൽസ്, കാർബൺ നോൺ മെറ്റൽ ആണ്, CO2 ഒരു നോൺ മെറ്റൽ ഓക്സൈഡ് ആണ്. അല്ലെങ്കിൽ സിലിക്കൺ ഡൈ ഓക്സൈഡ്, സിലിക്ക മെറ്റൽ ആണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നോൺ മെറ്റൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റുകൾ കാർബൺ, സിലിക്കൺ ആയിക്കോട്ടെ, പിന്നെ അപ്പുറത്തേക്ക് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ അവരെല്ലാം നോൺ മെറ്റൽസാ, പക്ക നോൺ മെറ്റൽസാ. 16th ഗ്രൂപ്പും 17th ഗ്രൂപ്പിലും വരുന്നവരെല്ലാം എന്ത് തന്നെയാണ്? നോൺ മെറ്റൽസ് ആണ്. 16, 17, 18 ഗ്രൂപ്പ് ഒക്കെ പക്ക നോൺ മെറ്റൽസ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും പക്ക മെറ്റൽസ് ആണ്.
ഓക്കെ, ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നൊക്കെ അല്ലേ പറയാം. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ് ആണ് മെറ്റൽ ഓക്സൈഡ്സിൽ വരിക. ബാക്കി നോൺ മെറ്റൽ 16 ഗ്രൂപ്പ് 17 ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്യുന്ന ഓക്സൈഡുകൾ, കാർബൺ ഒക്കെ നോൺ മെറ്റൽ ആണ്. അപ്പൊ അങ്ങനെ നോൺ മെറ്റൽസ് ഫോം ചെയ്യുന്ന ഓക്സൈഡുകളാണ് നോൺ മെറ്റൽ ഓക്സൈഡ്സ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി ഇവരെ തന്നെ നമുക്ക് ഫർദർ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ മെറ്റൽ ഓക്സൈഡ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഈ മെറ്റൽ ഓക്സൈഡ്സിൽ വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക് ഓക്സൈഡ്സ് ആൻഡ് ആംഫോട്ടറിക് ഓക്സൈഡ്സ്. ബേസിക് ഓക്സൈഡ്സ് ആൻഡ് ആംഫോട്ടറിക് ഓക്സൈഡ്. അതായത് ബേസിക്, ഇത്രയും നിങ്ങൾ ഓർക്കണം, ബേസിക് ഓക്സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏതോ ഒരു മെറ്റൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ഓക്സൈഡ് ആണ്. ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ഓക്സൈഡ് ആണ്. ഒരിക്കലും ഒരു നോൺ മെറ്റൽ ഫോം ചെയ്തിരിക്കുന്ന ഓക്സൈഡിനെ നമ്മൾ ബേസിക് ഓക്സൈഡ് എന്നോ ആംഫോട്ടറിക് ഓക്സൈഡ് എന്നോ വിളിക്കില്ല. അപ്പൊ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എലിമിനേഷൻ നിങ്ങൾക്ക് അവിടെ നടത്താൻ പറ്റും. ഒരു സെറ്റ് ഓഫ് ഓക്സൈഡ്സ് തന്നിട്ട് അതിൽ ബേസിക് ഓക്സൈഡ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ, ഒരു മെറ്റൽ ഓക്സൈഡ് ഏതാന്ന് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് തന്നേക്കാം, എന്താ പറയാ, ഇപ്പൊ വാട്ടർ H2O, CO2, K2O, മൂന്ന് ഓക്സൈഡ്സ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം ഐഡന്റിഫൈ ദി ബേസിക് ഓക്സൈഡ് എമംഗ് ദ ഫോളോവിങ്. ബേസിക് ഓക്സൈഡിനെ ഐഡന്റിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം പോകേണ്ട പോയിന്റ് ഇതാണ്, ബേസിക് ഓക്സൈഡ് ആണോ എന്നാൽ മസ്റ്റ് ആയിട്ടും അത് എന്തായിരിക്കണം? ഏതൊരു മെറ്റൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ഓക്സൈഡ് ആയിരിക്കാം, മെറ്റൽ ഓക്സൈഡ് ആയിരിക്കാം. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഹൈഡ്രജൻ നോൺ മെറ്റൽ അല്ലേ, കാർബൺ നോൺ മെറ്റൽ ആണ്. അപ്പൊ ഇത് രണ്ടും എന്താണ്? നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആണ്, നോൺ മെറ്റൽസ് ഫോം ചെയ്തിരിക്കുന്ന ഓക്സൈഡാണ്. പക്ഷെ ഇവിടുത്തെ പൊട്ടാസ്യം എന്താണ്? ഒരു മെറ്റൽ ഫോം ചെയ്തിരിക്കുന്ന ഓക്സൈഡാണ്, ഇത് മെറ്റൽ ഓക്സൈഡാണ്. അപ്പോ ബേസിക് ഓക്സൈഡ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും പറയാം ഇത് എന്തായിരിക്കും? ഇതായിരിക്കും K2O, പൊട്ടാസ്യം ഓക്സൈഡ് ആയിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ബേസിക് ഓക്സൈഡ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എലിമിനേഷൻ നിങ്ങൾക്ക് നടത്താൻ പറ്റില്ലേ? അപ്പൊ ബേസിക് ഓക്സൈഡ് എന്ന് ചോദിച്ചാൽ ഓർത്തോണം അതൊരു മെറ്റൽ ഓക്സൈഡ് ആണ്. മിക്ക മെറ്റൽ ഓക്സൈഡുകളും ബേസിക് ആണ്. അതിൽ വളരെ കുറച്ച് മെറ്റൽ ഓക്സൈഡുകൾ മാത്രമാണ് ആംഫോട്ടറിക് ഓക്സൈഡുകളായിട്ട് വരുന്നത്. അതിനകത്ത് എക്സെപ്ഷൻസ് ഉണ്ട്, അത് ഞാനൊരു ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. മിക്കവാറും ബേസിക് ഓക്സൈഡുകൾ എല്ലാം എന്ത് തന്നെ ആയിരിക്കും? മെറ്റൽ ഓക്സൈഡുകളായിരിക്കും. ആ മെറ്റൽ ഓക്സൈഡിനകത്ത് വളരെ ചെറിയൊരു പെർസെന്റേജ് മാത്രം മെറ്റൽ ഓക്സൈഡുകൾ എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യും? ആംഫോട്ടറിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പം സോഡിയം ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, ഇവരെല്ലാം എന്താണ്? ബേസിക് ഓക്സൈഡ് ആണ്. പിന്നെ ആംഫോട്ടറിക് ഓക്സൈഡ് ആയിട്ട് വരുന്ന മെറ്റൽ ഓക്സൈഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഓർത്തിരിക്കുക, ലേസി. ഷോർട്ട് കട്ട് ആണ് ലേസി. ഏറ്റവും ഞാൻ ഈ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇതിനകത്ത് അഡിഷൻസ് വരും, എന്നാലും വളരെ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആംഫോട്ടറിക് ഓക്സൈഡിന്റെ പേര് മാത്രമാണ് ഞാൻ പറയുന്നത്. അത് ഓർത്തിരിക്കാനുള്ള ഇതാണ് ലേസി. ഇതിനകത്ത് എൽ സ്റ്റാൻഡ്സ് ഫോർ ലെഡ്, ലെഡ് ഓക്സൈഡ്. PB, ലെഡ് എന്നല്ലേ പറയാം. അപ്പൊ ലെഡിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? L. അപ്പൊ ലെഡ് ഓക്സൈഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം അതെന്താണ്? അതൊരു ലെഡ് എന്ന് പറയുന്ന ഒരു മെറ്റൽ അല്ലേ, മെറ്റൽ ഓക്സൈഡ് ആണ്. പക്ഷെ അതൊരിക്കലും ബേസിക് ആയിട്ടുള്ള മെറ്റൽ ഓക്സൈഡ് അല്ല, ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് ആൻ ആംഫോട്ടറിക് ഓക്സൈഡ്. അപ്പൊ ലെഡ് എന്ന് കണ്ടാൽ ഓർത്തോണം അതെന്താണ്? ആംഫോട്ടറിക് ആണ്. അപ്പൊ ലേസിയിൽ L കഴിഞ്ഞ് L സ്റ്റാൻഡ്സ് ഫോർ ലെഡ്. അടുത്ത എന്താ? A സ്റ്റാൻഡ്സ് ഫോർ അലൂമിനിയം, Al2O3. അലൂമിനിയം, A അല്ലേ ഫസ്റ്റ് ലെറ്റർ. അപ്പൊ അലൂമിനിയം ഓക്സൈഡും എന്താണ്? ഒരു ആംഫോട്ടറിക് ഓക്സൈഡ് ആണ്. അപ്പൊ L സ്റ്റാൻഡ്സ് ഫോർ ലെഡ്, A സ്റ്റാൻഡ്സ് ഫോർ അലൂമിനിയം ആൻഡ് Z സ്റ്റാൻഡ്സ് ഫോർ, Z എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സിങ്ക് ഓക്സൈഡ്. Z സ്റ്റാൻഡ്സ് ഫോർ സിങ്ക്. അതാണ് ലേസി. അത് ഓർത്തിരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. അപ്പൊ ലേസി L സ്റ്റാൻഡ്സ് ഫോർ ലെഡ്, A സ്റ്റാൻഡ്സ് ഫോർ അലൂമിനിയം ആൻഡ് Z സ്റ്റാൻഡ്സ് ഫോർ സിങ്ക്. അപ്പൊ ലെഡ് ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ് ആണ് എന്ത്? ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവര് മൂന്നാളുമാണ് ആംഫോട്ടറിക് ഓക്സൈഡ്. ബാക്കി പറയുന്ന മെറ്റൽ ഓക്സൈഡുകൾ എല്ലാം എന്ത് തന്നെയായിരിക്കും? മിക്കവാറും എന്തായിരിക്കും? അത് ബേസിക് ഓക്സൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ബേർഡൻ ആയിട്ട് തോന്നുന്നില്ലല്ലോ. കുറെ അല്ലാതെ ഒരു 10 to 40 മെറ്റൽ ഓക്സൈഡ് തന്നിട്ട് അത് ഏത് ആസിഡിക്ക് ഏതാ ബേസിക് അങ്ങനെ ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് അല്ലേ? ഇതാകുമ്പോൾ യാതൊരു ഡിഫിക്കൽട്ടി ഇല്ലല്ലോ. ജസ്റ്റ് മെറ്റൽ ഓക്സൈഡ് ആണോ എന്ന് നോക്കുക. മെറ്റൽ ഓക്സൈഡുകൾ മിക്കവാറും ബേസിക് ആയിരിക്കും, ചില എക്സെപ്ഷൻ ഉണ്ട്, അത് മാത്രം ആംഫോട്ടറിക്, അതിനായിട്ട് ലേസി. ഇത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ ഇനിയും വരുന്നുണ്ട്, ചിലതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, എന്നാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറഞ്ഞത്. നെക്സ്റ്റ് കംസ് നോൺ മെറ്റൽ